Good morning, dear students. How are you all? I hope all of you are fine. Okay. The last class we complete our 14th chapter. 14th chapter. Today we are going to discuss about our 15th chapter, subject and predicate. Subject and predicate. It's a simple chapter. Okay, it's a simple chapter. Subject and predicate. First of all of you take page number 60. Page number 16. Okay, page number 16. Subject and predicate. Okay. I hope all of you take took the page number. Okay. A sentence, all of you listen. A sentence is made up of two main parts. A sentence is made up of two main parts, subject and predicate. Okay, all sentences are made up of two parts. ഏതൊരു സെന്റൻസ് എന്തുണ്ട്? രണ്ട് ഭാഗങ്ങളുണ്ട്, സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. Subject and predicate. These are the two part, subject and predicate. Okay, the subject of a sentence is the noun or pronoun that is described or does the action. Okay, ഈ സബ്ജക്റ്റ് എന്നുള്ള ഭാഗത്ത് എന്തായിരിക്കും ഉണ്ടായിരിക്കുക? സെന്റൻസ് ഈസ് ദ നൗൺ ഓർ പ്രോനൗൺ. ആ ഭാഗത്ത് നൗണോ അല്ലെങ്കിൽ പ്രോനൗണോ ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ ആക്ഷൻ. എന്തെങ്കിലും ആക്ഷൻ ചെയ്യുന്ന ആരെങ്കിലും നൗണോ അല്ലെങ്കിൽ പ്രോനൗണോ ആയിട്ടുള്ള പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? Subject. The subject tells us what the sentence is about. The subject tells us what the sentence is about. എന്താണ് ഈ സബ്ജക്റ്റ് ആണ് സെന്റൻസിനെ എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ, സബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ സബ്ജക്റ്റ് പാർട്ട് ഈസ് നൗൺ ഓർ പ്രോനൗൺ. നൗൺ അല്ലെങ്കിൽ പ്രോനൗണോ ആയിട്ടുള്ള ഭാഗമായിരിക്കും എന്തുണ്ടാകുക? സബ്ജക്റ്റ് ആയിട്ട് ഉണ്ടാകുക. ഓക്കെ, ഫസ്റ്റ് പാർട്ട് ഈസ് ദാറ്റ്. ദെൻ സെക്കൻഡ് പാർട്ട് predicate. What is predicate? The predicate of a sentence give us more information about the subject. The predicate always contain a verb. ഓക്കെ, പ്രെഡിക്കേറ്റ് എന്നുള്ള ഭാഗത്ത് എന്താണെന്ന് വെച്ചാൽ ആ വെർബ് സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പ്രെഡിക്കേറ്റിലായിരിക്കും. ഇറ്റ് ഇൻക്ലൂഡ്സ് എ വെർബ് ഓൾസോ. ഓക്കെ, ഇറ്റ് ഈസ് ഓൾവേസ് കണ്ടെയ്ൻ എ വെർബ്. ഓക്കെ, ഒരു വെർബ് ഉണ്ടായിരിക്കുമെങ്കിൽ പ്രെഡിക്കേറ്റിൽ. ഓക്കെ, ദീസ് ആർ ദ two part of a sentence. First one is subject and second one is predicate. Subject part is noun or pronoun. Okay, ആ സബ്ജക്റ്റ് എന്നുള്ള ഭാഗത്ത് എന്തായിരിക്കും? നൗണോ അല്ലെങ്കിൽ പ്രോനൗണോ ആയിരിക്കും. Then predicate give us more information about subject. നമുക്ക് സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിവ് ലഭിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും എന്ത്? പ്രെഡിക്കേറ്റ്. പ്രെഡിക്കേറ്റ് ഓൾവേസ് കണ്ടെയ്ൻ എ വെർബ് ഓൾസോ. ഈ പ്രെഡിക്കേറ്റിൽ എന്തുണ്ടായിരിക്കും? ഒരു വെർബ് ഉണ്ടായിരിക്കും. ഓക്കെ, then here read the sentence. Here given three sentence here examples. Read the sentence. Your house is beautiful and airy. She played football with her friends. Both Seema and Nayana acted in the play. Okay, first sentence. Your house is beautiful and airy. Here, your house is your house എന്ന് പറയുമ്പോൾ your house എന്താണ്? സബ്ജക്റ്റ് ആണല്ലേ, നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. യുവർ ഹൗസ് ഈസ് ബ്യൂട്ടിഫുൾ ആൻഡ് എയറി എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഹൗസിനെ കുറിച്ച് കൂടുതലായിട്ട് എന്തോ ഒരു ഇൻഫർമേഷൻ കൂടി കിട്ടുകയാണ് അല്ലേ. അപ്പൊ അതെന്താണ്? പ്രെഡിക്കേറ്റ് ആയിരിക്കും അല്ലേ, അത് പ്രെഡിക്കേറ്റ് ആയിരിക്കും. Then she played football with her friends. Here second sentence she ആണെന്ത്? സബ്ജക്റ്റും played football with her friends എന്നുള്ളത് എന്താണ്? പ്രെഡിക്കേറ്റ് ആയിരിക്കും. Okay, then both Seema and Nayana acted in the play. Both Seema and Nayana acted in the play. അതിലെന്താണ്? both Seema and Nayana. It's a noun ആണല്ലേ, noun ആണ്. Seema Nayana എന്താണ്? noun ആണല്ലേ. അപ്പോൾ എന്താണ്? സബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ ആക്റ്റഡ് ഇൻ ദ പ്ലേ എന്നുള്ളത് പ്രെഡിക്കേറ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ആക്റ്റഡ് എന്നുള്ളത് പ്രെഡിക്കേറ്റഡ് ആയിരിക്കും. ദീസ് ആർ ദ main things. Okay, in the sentence the words blue are the subject and the underlined groups words are the
predicates. These are the two parts of a sentence. First part is subject and the second part is predicate. Subject part is it includes a noun or pronoun. Noun or pronoun ഉണ്ടായിരിക്കും അല്ലേ? Then predicate part is we get more information about the subject. It always contain verb also അല്ലേ? എന്താ verb ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിവ് കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ് അത് predicate എന്നുള്ള പാർട്ടിലായിരിക്കും. ഓക്കെ, you always remember that there is two parts of a sentence. ഒരു സെന്റൻസിന് രണ്ട് ഭാഗങ്ങളുണ്ട്. It is first one is subject and second one is predicate. Okay, then exercise. Here given some exercise here. Some exercise here. All of you listen. Circle the subject and underline the predicate in the sentence. Okay, the train was late by 2 hours. First sentence. The train is the subject and it was late by 2 hours in the predicate. In the second sentence, we must eat fruits and vegetables every day. We must eat fruits and vegetables every day. In the sentence, which one is subject? Which one is subject? Yes, we. We is a pronoun because this is subject. Second sentence, we. Then circle the subject എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ സബ്ജക്റ്റിനെ സർക്കിൾ ചെയ്തിട്ട് ബാക്കി ഭാഗം എന്ത് ചെയ്യണം നിങ്ങൾ? ഓക്കെ, അണ്ടർലൈൻ ചെയ്യണം. വിച്ച് പാർട്ട്? must eat fruits and vegetables every day. That part all of you underline. Okay, must eat fruits and vegetables every day. Okay, completed? Yes, very good. Then third question. Third one. The little child crossed the road carefully. The little child crossed the road carefully. In the sentence, which one is subject? The little child. The little, because it's a noun. Little. The little child is the subject because it's a noun. Okay, here mention a person, child. Other side, other part you underline. Okay, which part? Crossed the road carefully. Crossed the road carefully. ആ ഭാഗം എന്ത് ചെയ്യണം? അണ്ടർലൈൻ ചെയ്തേക്കണം. Okay, fourth one. Mr. Sen and his team attended the conference. Mr. Sen and his team attended the conference. Mr. Sen's team conference attend ചെയ്തു. Okay, in this sentence, which one is subject? Mr. Sen and his team. Mr. Sen and his team. Okay, all of you underline this part. Mr. Sen and his team. Other part, all of you underline. All of you underline. Which part? Attended the conference. Attended the conference. Okay, attended the conference. Okay, then fifth question. Most of the students completed their work in time. Most of the students completed their work in time. Okay, in the sentence, which part is subject? Most of the students. Most of the students. All of you circle the subject part. Okay, all of you circle the subject part. Completed their work in time. It's a predicate. All of you underline that part. Okay. Then sixth. The huge ship faced problems sailing in the rough seas. The huge ship faced problems sailing in the rough seas. Okay. Here, which part is subject? The huge ship. Sixth
one, the huge ship. Ship is the subject part, other part. Faced problems sailing in the rough seas. It's a predicate part. All of you underlines. Okay, all of you circle this part. We, the little child, Mr. Sen and his team, most of the students, the huge ship. These are the subject part of the sentence. Other part, predicate. Okay. Okay, the next B activity. All of you listen to the B activity. Match the subject with their predicate. One has been done for you. Match the subject with their predicates. One has been done for you. That is your homework. B is your homework. Okay, do yourself. Then C. All of you listen to C. Complete the sentence with the subject from the box. One has been done for you. Here, 1 to 6. Predicate is given and you write the subject here. There is lots of subject from the box. An engineer, the farmer, Zaira and Saima, the thief, the earth, the giraffe. Okay, you can write it now. Okay, first one is already there. Dash revolves around the sun. Dash revolves around the sun. The earth is revolves sun. Dash has very long neck. Dash has very long neck. എന്തിനാണ് long neck ഉള്ളത്? Examples. The giraffe. Right? The giraffe. Okay, second one is the giraffe. Then third one. Dash escaped from the police. Dash escaped from the police. Who? The thief. Third one. The thief. Okay. Then fourth one. Dash are twins. ആരാണ് ഇതിൽ മാച്ച് ആയിട്ടുള്ള ട്വിൻസ്? സബ്ജക്റ്റ് ഏതായിരിക്കും? Dash are twins. Saira and Saima. Saira and Saira and Saima. Saima. Okay. Then fifth one. Dash rested under a tree. Dash rested under a tree. Dash rested under a tree. Who? Yes, the farmer. The farmer. Okay, the farmer rested under a tree. Okay, sixth one. Dash builds bricks and building. Dash builds bricks and building. Which one? An engineer. And engineer. Okay, first answer the second the giraffe, third the thief, fourth Saira and Saima, fifth the farmer and sixth the an engineer. Okay, all of you write in your textbooks this. Okay, next. All of you listen. Write a suitable predicate for each subject. Write a predicate for each subject. One has been done for you. Here, suitable predicate ഉണ്ടാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? Okay, here. The white horse galloped away from us. One example I will tell you. The aeroplane. Here, the second one is an aeroplane. You make a predicate here. I will explain one example. The aeroplane.
we can write the aeroplane. Yes, the aeroplane. Aeroplane flew from New Delhi. Flew from New Delhi to New York. To New York. To New York. Okay, the second example here. Okay, then 3, 4, 5, 6 your homework. Okay, the second I done that aeroplane flew from New Delhi to New York. Okay, New Delhi to New York. Okay, then next 3, 4, 5, 6 your homework. Okay, then next this is the subject and the predicate chapter. It's an easy chapter and a simple topic. Okay, you just identify which one is subject and which one is predicate. There is in this chapter telling that there's each sentence have 2 parts. Okay, first part is subject and second part is predicate. Subject part include noun or pronoun. Okay, noun or pronoun ഉണ്ടായിരിക്കും സബ്ജക്റ്റ് പാർട്ടിൽ. എന്നാൽ പ്രെഡിക്കേറ്റ് പാർട്ടിലോ യെസ് പ്രെഡിക്കേറ്റ് സെൻറ്റൻസ് ഇൻഫർമേഷൻ അബൌട്ട് സബ്ജക്റ്റ്. സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് പ്രെഡിക്കേറ്റ് ആയിരിക്കും. പ്രെഡിക്കേറ്റ് ഓൾവേസ് കണ്ടെയ്ൻ എ വെർബ്. ഒരു വെർബ് എന്തായാലും ഇതിലുണ്ടായിരിക്കും. യെസ് പ്രെഡിക്കേറ്റിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ വി ഡൺ ദ B not A, C activity and B and D also homework. Okay, do yourself. If you have any doubt about the chapter subject and predicate, you can ask me. Okay, then we can wind up today's class. Thank you.